നമസ്കാരം. രണ്ട് വിഭാഗം ഭരണകൂടങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. എല്ലാ കാലത്തും ഭാവിയിൽ ജീവിക്കുന്ന ചില ഭരണകൂടങ്ങളുണ്ട്, വർത്തമാനകാലത്തിൽ ജീവിക്കുന്ന ഭരണകൂടങ്ങളുമുണ്ട്. ഇതിൻ്റെ കഥയിലോട്ട് കടക്കുന്നതിന് നമ്മുടെ വ്യവസായ മന്ത്രിയുടെ ഒന്ന് രണ്ട് വാചകങ്ങളിലൂടെ ആദ്യം കടന്നു പോകാം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ 20 കിലോമീറ്റർ പരിധിയിൽ ലോജിസ്റ്റിക് പാർക്കുകൾ തുറക്കുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ്. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും വ്യാവസായിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സഹായകമാകും. വ്യാവസായിക വികസനത്തിൽ പരസ്പര പൂരകമായ സഹകരണം പല തലങ്ങളിലും സാധ്യമാണ്. ഇതിനായി ഇരു സംസ്ഥാനങ്ങളുടെയും വിഭവങ്ങളും കഴിവുകളും ഉപയോഗപ്പെടുത്തുന്നതിലൂടെ ഒരുമിച്ച് വളരാൻ സാധിക്കും. ചെന്നൈയിൽ സംഘടിപ്പിച്ച നിക്ഷേപകരുമായുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പറഞ്ഞു. എന്തായാലും അദ്ദേഹത്തിന് എറണാകുളം ജില്ലാ സെക്രട്ടറിയുടെ പദവിയിൽ നിന്ന് സംസ്ഥാന വ്യവസായ മന്ത്രിയിലോട്ട് വളർന്നതിനിടയ്ക്ക് ഒരുപാട് ബൗദ്ധികമായി അദ്ദേഹം വളർന്നിരിക്കുന്നു. എറണാകുളത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ നിലപാട് എന്തായിരുന്നു? വിഴിഞ്ഞം പദ്ധതി വരുന്നത് കൊച്ചിക്ക് ദോഷവും തമിഴ്നാടിന് നേട്ടവും എന്നാണ്. തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റ് വന്നിരുന്നു കഴിഞ്ഞപ്പോൾ ആ നിലപാടിൽ അദ്ദേഹം മയം വരുത്തി. കേരളത്തിനും തമിഴ്നാടിനും ഒരുമിച്ച് വളരാൻ കഴിയുന്നതാണ് വിഴിഞ്ഞം പദ്ധതി എന്ന് അദ്ദേഹത്തിന് മാറ്റം വന്നു. അപ്പോഴും അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണ്? ഭാവിയാണ്, വർത്തമാനത്തെക്കുറിച്ചൊന്നുമില്ല. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ 20 കിലോമീറ്റർ പരിധിയിൽ ലോജിസ്റ്റിക് പാർക്കുകൾ തുറന്നെന്ന് പറയാനുള്ള ഒരവസ്ഥ ഇതുവരെയും അദ്ദേഹം സൃഷ്ടിച്ചില്ല. നമ്മളെല്ലാം ഭാവിയിലാണ്. അത് ചെയ്യും, ഇത് ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുമെന്നെല്ലാം പറയുന്നതല്ലാതെ ചെയ്ത് കാണിക്കുന്ന ഒരു റിപ്പോർട്ടിലൂടെ കടന്നു പോകുമ്പോഴാണ് രണ്ട് ഭരണകൂടങ്ങളുടെ വ്യത്യാസം നമുക്ക് ബോധ്യമാവുക. ഇന്ന് ഓഗസ്റ്റ് 17 എന്ന് പറയുന്ന ഇന്ന് 18,720 തൊഴിലാളികളെ പാർപ്പിക്കുവാനുള്ള അക്കോമഡേഷൻ ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യുന്നു. പ്രേക്ഷകരിത് കാണുമ്പോൾ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. 18,720 തൊഴിലാളികളെ താമസിപ്പിക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ എവിടെന്നോ വന്ന് പോയി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു കൃത്യമായ ഒരു സ്ഥലം സർക്കാർ ഒരുക്കി കൊടുക്കുകയാണ്. തമിഴ്നാട്ടിലെ കാഞ്ചീപുരം ജില്ലയിലാണ് സ്ഥലം. 13 ബ്ലോക്കായിട്ടാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഒരു ബ്ലോക്കിൽ 1440 പേർക്ക് താമസിക്കാം. 20 ഏക്കർ സ്ഥലത്ത് 706.5 കോടി രൂപ ചെലവിട്ടാണ് 18,720 തൊഴിലാളികളെ ഒരുമിച്ച് താമസിപ്പിച്ച് ഉൽപ്പാദനത്തിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ എന്ന് തന്നെ അവർ പറയുന്നുണ്ട്. ഉൽപ്പാദനത്തിൻ്റെ എഫിഷ്യൻസി കൂട്ടാനുള്ള അത് ഉദ്ഘാടനം ചെയ്യുകയാണ്. അല്ലാതെ ഞങ്ങൾ 18,720 പേരെ നാളെ അവർക്ക് വേണ്ടി കെട്ടിടം പണിയും എന്നല്ല പറഞ്ഞത്, പണിഞ്ഞ് കാണിച്ചു. അവർ കയറി താമസിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ ഈ സമയത്ത് ഈ തൊഴിലാളികൾ അതിനകത്ത് കയറി താമസിച്ചിട്ടുണ്ടാകും. ആർക്ക് വേണ്ടിയാണ്? ഫോക്സ്കോൺ, നമ്മൾ പറഞ്ഞു വരുന്ന ആപ്പിളിൻ്റെ കോൺട്രാക്ട് കമ്പനിയായ തൈവാനിലെ ഫോക്സ്കോണിന് വേണ്ടിയാണ് ഈ നിർമ്മാണം തമിഴ്നാട് സർക്കാർ 706.5 കോടി രൂപ ചെലവിൽ നിർവഹിച്ചിരിക്കുന്നത്. ദ തമിഴ്നാട് ഗവൺമെൻറ് വിൽ അൺവെയിൽ, 2 ദിവസം മുമ്പുള്ള റിപ്പോർട്ടാണ്, അതുകൊണ്ടാണ് വിൽ അൺവെയിൽ എന്ന് പറഞ്ഞ് കഴിഞ്ഞു, കർട്ടൻ ഉയർത്തി കഴിഞ്ഞു. അൺവെയിൽ ആൻ ഇൻഡസ്ട്രിയൽ ഹൗസിംഗ് ഫെസിലിറ്റി ഫോർ ഫോക്സ്കോൺ ആൻഡ് അതർ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ഓൺ August 17. ഇന്ന് ഇത് തുറന്നു കൊടുക്കുമെന്ന് 2 ദിവസം മുമ്പാണ് അവർ അനൗൺസ് ചെയ്തത്. അപ്പോൾ അവർ വർത്തമാനകാലത്തിൽ ജീവിക്കുകയാണ്. നമ്മൾ ഭാവിയിൽ ഇങ്ങനെ സ്വപ്നം കണ്ട് നടക്കുമ്പോൾ അവർ ഓരോന്ന് ചെയ്ത് നമുക്ക് കാണിക്കുകയാണ്. ഈ ഫോക്സ്കോണിൻ്റെ ചെയർമാൻ ശ്രീ യങ് ലിയു, അദ്ദേഹം പ്രധാനമന്ത്രിയെ കണ്ടു. നമ്മുടെ പ്രധാനമന്ത്രിയെ 14-ാം തീയതി കണ്ടിരിക്കുന്നു. മീൻവൈൽ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഓൺ August 14 met യങ് ലിയു, ചെയർമാൻ ഫോക്സ്കോൺ, ഇൻ ഡൽഹി. എന്നിട്ട് അദ്ദേഹം എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ്, പ്രധാനമന്ത്രിയുടെ വാക്കുകളാണ്. ഐ ഹൈലൈറ്റഡ് ദി വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യ ഓഫേഴ്സ് in futuristic sectors. We also had excellent discussions on their investment plans in India, in states like Karnataka, Tamil Nadu and Andhra Pradesh.
കേരളം ഉണ്ടാകും എന്ന് ഞാൻ വളരെ ആകാംക്ഷയോടെ, കേരളം വരുന്നുണ്ടോ എന്നുള്ളതാണ് ആ വാക്കുകൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നിയത്. നിരാശയായിരുന്നു. കേരളമില്ല. കേരളത്തെക്കുറിച്ച് പ്രധാനമന്ത്രി പറയുന്നില്ല. എന്തുകൊണ്ടായിരിക്കും കാരണം പ്രേക്ഷകർക്കറിയാം. അപ്പോൾ കർണാടകയും തമിഴ്നാടും ആന്ധ്രാപ്രദേശും വികസനത്തിൻ്റെയും നിക്ഷേപത്തിൻ്റെയും പാതയിൽ നിൽക്കുമ്പോൾ കേരളം അതിൽ നിന്ന് പുറത്താകുന്നതാണ് നിലവിലുള്ള ചിത്രം. കഥ അവിടെയും തീരുന്നില്ല. ലിയോ, young Leo, chairman of Foxconn. Leo is expected to visit Bangalore to meet Karnataka Chief Minister Siddharamaiah and Minister for Large and Medium Industries MB Patil on August 16. ഇന്നലത്തെ കാര്യമാണ്. ഡൽഹിയിൽ നിന്ന് അദ്ദേഹം നേരെ ബാംഗ്ലൂരിൽ വരുന്നു. 16-ാം തീയതി ബാംഗ്ലൂരിൽ വരുന്നു. ഇന്ന് അദ്ദേഹം ചെന്നൈയിലുണ്ട്. എന്തുകൊണ്ടാണ് ഡൽഹി, ബാംഗ്ലൂർ, ചെന്നൈക്ക് അപ്പുറം ഒരു ലോകമില്ല എന്ന് ഫോക്സ്കോൺ പോലുള്ള ഒരു കമ്പനിക്ക് തോന്നിയത് എന്തുകൊണ്ടാണ് എന്നും പ്രേക്ഷകർക്കറിയാം. ഒരു അനുഭവം, എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. 4-5 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ IT-യുടെ തലവനായിരുന്ന, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ ശിവശങ്കർ, മഹാനായ ശിവശങ്കർ, ഇപ്പോൾ എവിടെയാണ് അദ്ദേഹം, ഇത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഫോക്സ്കോൺ ഇന്ത്യയിലോട്ട് വരുന്നു എന്നുള്ള ഒരു വാർത്ത കേട്ട അന്ന് തന്നെ ഞാൻ ഇദ്ദേഹത്തിനൊരു മെസ്സേജ് അയച്ചു, ശ്രീ ശിവശങ്കറിന്. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് നിഷേധിക്കാം. മെസ്സേജ് അയച്ചു, നമ്മൾ ഫോക്സ്കോണിനെ ക്ഷണിക്കണം, നമ്മളിവിടെ കൊണ്ടുവരണം, വിഴിഞ്ഞം തുറമുഖം വരികയാണ്, കയറ്റുമതി സാധ്യതയുണ്ട്. അപ്പോൾ തന്നെ അദ്ദേഹം എനിക്ക് മറുപടി തന്നു, ഫോക്സ്കോൺ പോലുള്ള കമ്പനികളെ ഒന്നും സ്വീകരിക്കാൻ നമുക്ക് കഴിയില്ല, കാരണം നമുക്ക് വെള്ളമില്ല. കേരളത്തിന് വെള്ളമില്ലെന്ന് പറയുന്നു. വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് കാരണം 226 പേരും കണ്ടാണ് ചൂരൽമലയിൽ മരിച്ചത്, പിടഞ്ഞു മരിച്ചത് 226 പേർ. ഇവിടെ വെള്ളമില്ലെന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി പറയുന്നു. വെള്ളമുള്ള ആസാമിലോട്ട് കമ്പനി പോയി. കർണാടകയ്ക്ക് വെള്ളമുണ്ടോ? തമിഴ്നാടിന് വെള്ളമുണ്ടോ? അവരെക്കാളുമൊക്കെ കുറവാണോ കേരളത്തിൻ്റെ വെള്ളം? സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിക്ക് കുറച്ച് വെള്ളം കൂടുതൽ ആവശ്യമുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വെള്ളം കൊടുക്കാൻ കഴിയുന്നത് ആർക്കാണ്? ഏത് സംസ്ഥാനത്തിനാണ് വെള്ളം കൊടുക്കാൻ കഴിയുക? ആ ഒരു സിറ്റുവേഷനിൽ ഇവിടുത്തെ IT-യുടെ ചുമതലയുണ്ടായിരുന്ന ശ്രീ ശിവശങ്കർ പറയുകയാണ്, കേരളത്തിന് കൊടുക്കാൻ വെള്ളമില്ല, അതുകൊണ്ട് ഫോക്സ്കോൺ നമുക്ക് ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ താല്പര്യം, അദ്ദേഹത്തിന് ആവശ്യമുള്ളത് എന്തായിരുന്നു എന്ന് ജനങ്ങൾക്ക് പിടികിട്ടിയല്ലോ. അദ്ദേഹത്തിന് ഫോക്സ്കോൺ ആവശ്യമില്ല, പക്ഷെ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളെന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഈ നാടിനെ നശിപ്പിച്ച ആളുകൾ, നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ നമ്മുടെയൊക്കെ അവസരങ്ങളെ ഇല്ലാതാക്കുകയാണ്. ഫോക്സ്കോണിൻ്റെ മുതലാളി വരുമ്പോൾ, കർണാടകയും തമിഴ്നാടും ഡൽഹി സന്ദർശിച്ചു മടങ്ങുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാർ കുടിയേറ്റത്തിൻ്റെ പാതയിലൂടെ, വേദനിക്കുന്ന നാളുകളിലൂടെ ഓരോരുത്തരും കടന്നു പോവുകയാണ്. ഇതിൻ്റെ ഒരു തുടർ റിപ്പോർട്ട് കൂടിയുണ്ട് ഒരിടവേളയ്ക്ക് ശേഷം. ഇന്നലത്തെ റിപ്പോർട്ടിലെ ഒരു വരി തന്നെ വായിച്ചുകൊണ്ടാണ് ഈ തുടർ റിപ്പോർട്ട് നൽകാൻ ശ്രമിക്കുന്നത്. The company implemented a similar model in China, providing worker accommodations near its factories and managing food and medical provisions to boost production. നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഒരുമിച്ച് താമസിപ്പിക്കുന്നത് എഫിഷ്യൻസി കൂട്ടാനാണ്. ചൈനയിലും ഞങ്ങളിത് നടപ്പാക്കിയിട്ടുണ്ട്. ഫോക്സ്കോൺ ചൈനയിൽ നടപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ ചൈനയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറിയോ എന്ന് എനിക്കറിയില്ല. അത് പ്രേക്ഷകർ ഒന്ന് സെയിലിംഗ് കമൻട്രിയെ ഹെൽപ്പ് ചെയ്യണം. ഫോക്സ്കോൺ പൂർണ്ണമായും ചൈന വിട്ടോ അതോ ഭാഗികമായി അവിടെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടോ? എന്തായാലും ഇന്നലെ വരെ പ്രവർത്തിച്ചിരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർ അവിടെ ഇത്തരം നിർമ്മാണങ്ങൾ, താമസ സൗകര്യങ്ങൾ, ഫാക്ടറികളെല്ലാം ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ത്യയിലോട്ട് പറിച്ചു നട്ടതിലൂടെ 1,50,000 കണക്ക് ആപ്പിളിൻ്റെ മൊത്തം 3 കോൺട്രാക്ട് കമ്പനികളുടെ ഭാഗമായിട്ട് 1.5 ലക്ഷം തൊഴിലവസരങ്ങൾ ഇവിടെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഫോക്സ്കോണിന് തന്നെ ഇവിടെ 18,720 അക്കോമഡേഷൻ കൊടുക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഫോക്സ്കോണിന് മാത്രം 45,000 തൊഴിലാളികളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ 45,000 തൊഴിലാളികളെ ഇന്ത്യയിൽ സൃഷ്ടിക്കുമ്പോൾ ഈ 45,000 തൊഴിലാളികൾക്ക് വേണ്ടി ചൈനയിൽ പണിതുയർത്തിയ ഈ കെട്ടിടങ്ങൾ ഇന്ന് എന്താണ്? അനാഥമായി കിടക്കുകയാണോ? ആളില്ലാതെ കിടക്കുകയാണോ? ആളില്ലാതെ ഒന്നും ഇരിക്കില്ല, ചൈന അത് ഉപയോഗപ്പെടുത്തി. എന്നാലും ചൈനയ്ക്ക് ഒരു ട്രെൻഡ് പിടികിട്ടുന്നു. ഇങ്ങനെയുള്ള കമ്പനികൾ ചൈന ഉപേക്ഷിച്ച് മറ്റു രാജ്യങ്ങളിലോട്ട്, പ്രത്യേകിച്ച് ഇന്ത്യയിലോട്ട് പോയാൽ ഞങ്ങളിവിടെ പടുത്തുയർത്തിയിരിക്കുന്ന ഈ ഇൻഫ്രാസ്ട്രക്ചറുകൾ എന്ത് ചെയ്യും?
അതുകൊണ്ട് എന്തു ചെയ്യണം? ഇന്ത്യയിലോട്ട് ഇത്തരം നിക്ഷേപങ്ങൾ പോകാൻ പാടില്ല. നിക്ഷേപങ്ങൾ പോകുന്നതിന് ഏറ്റവും ആകർഷക ഘടകമായിരിക്കുന്ന ഒന്ന് വിഴിഞ്ഞം പദ്ധതിയാണ്. അത് തകർക്കണം. ഇതാണ് ഈ അജണ്ട. വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഫോക്സ്കോണിൻ്റെ ഈ അക്കോമഡേഷൻ കഥയിലൂടെയുള്ള ചിത്രവും അവർ നമുക്ക് നൽകുന്ന വരികളും. ഞാൻ ഒന്നുകൂടെ വായിക്കാം. ദ കമ്പനി ഇംപ്ലിമെൻറ്റഡ് എ സിമിലർ മോഡൽ ഇൻ ചൈന. ഇവിടെ കാഞ്ചീപുരത്ത് തമിഴ്നാട്ടിൽ ഇവരിപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് പോലുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ചൈനയിൽ നടപ്പാക്കിയിട്ടുണ്ട്. പ്രൊവൈഡിംഗ് വർക്കർ അക്കോമഡേഷൻസ് നിയർ ഇറ്റ്സ് ഫാക്ടറീസ് ആൻഡ് മാനേജിംഗ് ഫുഡ് ആൻഡ് മെഡിക്കൽ പ്രൊവിഷൻസ് ടു ബൂസ്റ്റ് പ്രൊഡക്ഷൻ. എന്തുകൊണ്ടാണ് വിഴിഞ്ഞം പദ്ധതിക്കെതിരെ ഇത്രയധികം കരുനീക്കങ്ങൾ നടക്കുന്നു, കലാപങ്ങൾ നടക്കുന്നു, സമരങ്ങൾ സംഘടിപ്പിക്കുന്നു? എന്താണ് പൊരുൾ എന്ന് പിടികിട്ടുന്നുണ്ടല്ലോ. സൈനിങ് ഓഫ്, എലിയാസ് ജോൺ.